സമുദ്രത്തിലെ ഒരു ഭീമൻ കോട്ടയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതും ഒരു ന്യൂക്ലിയർ ബാറ്റിൽ ക്രൂയിസറിനെപ്പറ്റി. റഷ്യയുടെ കിറോവ് ക്ലാസ് പോലെയുള്ള ഇത്തരം കൂറ്റൻ പടകപ്പലുകൾ എന്തുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ നാവികസേനകളിലൊന്നായ ഇന്ത്യൻ നേവിക്ക് ഇല്ലാത്തത്? പലർക്കും ഇതൊരു സംശയമാണ്. ഉത്തരം വളരെ വ്യക്തമാണ്. അതാണ് രാജ്യത്തിന്റെ പ്രതിരോധ തന്ത്രവും സാമ്പത്തിക കാര്യക്ഷമതയും. ഇത്തരം കപ്പലുകൾ നിർമ്മിക്കാനും വർഷങ്ങളോളം പരിപാലിക്കാനും അത്യധികം പണച്ചെലവുണ്ട്. മാത്രമല്ല, ലോകമെമ്പാടും ആധിപത്യം സ്ഥാപിക്കുന്നതിനു പകരം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് ഇന്ത്യ എപ്പോഴും മുൻഗണന നൽകുന്നത് എന്ന് നാം ഓർക്കണം. ഈ ലക്ഷ്യത്തിലേക്ക് ഭീമാകാരമായ ക്രൂയിസറുകളേക്കാൾ ഇന്ത്യയ്ക്ക് ആവശ്യം വിമാനവാഹിനിക്കപ്പലുകളും ആണവ അന്തർവാഹിനികളുമാണ്. അതുകൊണ്ടുതന്നെ ആധുനിക യുദ്ധങ്ങളിൽ ശത്രുക്കളുടെ മിസൈലുകൾക്ക് എളുപ്പത്തിൽ ലക്ഷ്യമാക്കാവുന്ന വലിയ ഉപരിതല കപ്പലുകളേക്കാൾ ഇന്ത്യ ഇന്ന് വിശ്വസിക്കുന്നത് അന്തർവാഹിനികളുടെ അദൃശ്യമായ ആക്രമണശേഷിയെയും വിമാനവാഹിനികളുടെ അതിവേഗ വ്യോമശേഷിയെയുമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു സാങ്കേതികമായ കഴിവില്ലായ്മയല്ല, മറിച്ച് തികച്ചും ബുദ്ധിപരമായ ഒരു സൈനിക തീരുമാനമാണ്. ശത്രുക്കൾക്ക് എളുപ്പം തകർക്കാനാകുന്ന കൂറ്റൻ കോട്ടകൾക്ക് പകരം കൂടുതൽ പ്രായോഗികവും തന്ത്രപ്രധാനവുമായ ഒരു നാവികശക്തിയാണ് ഇന്ത്യ ഇന്ന് കെട്ടിപ്പടുക്കുന്നത്. ജയ് ഹിന്ദ്.